നമുക്കിന്നൊരു ക്യൂട്ട് ഓർഗനൈസർ ആയാലോ? അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 7 A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു 3 എടുത്തിട്ട് കോർണറിലേക്ക് മടക്കി സ്ക്വയർ ആക്കി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ മടക്കിയെടുക്കുക. ഞാനിത് പറഞ്ഞു തരുന്നേക്കാൾ നിങ്ങൾക്ക് കണ്ടാലായിരിക്കും മനസ്സിലാവുക, അതുകൊണ്ടാണ്. നമ്മുടെ ഒരു ക്യൂട്ട് സബ്സ്ക്രൈബർ, ആ കുട്ടിയുടെ പേര് സാൻവിയ എന്നാണ്. ആളാണ് ഈ പേപ്പർ ഓർഗനൈസർ ഉണ്ടാക്കാൻ പറഞ്ഞത്. ആള് വേറെ 2 ഐറ്റംസ് കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് എന്തായാലും ചെയ്യാം കേട്ടോ. അപ്പം ഇതുപോലെ വീഡിയോ കാണിക്കുന്ന പോലെ മടക്കിയെടുത്തതിന് ശേഷം ഫുള്ളായിട്ട് നിവർത്തി കഴിയുമ്പോൾ കോർണേഴ്സ് കാണാൻ പറ്റും. ഇനി ഈ കോർണേഴ്സ് നമ്മൾ മടക്കി ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ആ കോർണേഴ്സിൻ്റെ ഉള്ളിൽ പശ തേച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ആ ഓരോ കോർണേഴ്സും വീഡിയോയിൽ കാണുന്ന പോലെ സൈഡിലേക്ക് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക. അതോടെ കഴിയുമ്പോൾ നമ്മുടെ ബോക്സ് സെറ്റ് ആവും. അതുപോലെ ഞാൻ 3 ബോക്സസ് ആണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇനി ബാക്കിയുള്ള 4 A4 ഷീറ്റ് എടുക്കുക. വീഡിയോ കാണുന്ന പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സ്റ്റിക്ക് പോലെ കിട്ടും. എന്നിട്ട് അറ്റത്ത് ഫെവിക്കോൾ കൂടി തേച്ച് കൊടുക്കണേ. അതുപോലെ 4 എണ്ണമാണ് നമുക്ക് വേണ്ടത്. ഇത് റോൾ ചെയ്ത് കഴിയുമ്പോൾ അറ്റത്ത് അത്ര ഈവൺ ആയിട്ടായിരിക്കില്ല ഇരിക്കുക. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കണേ. ഇനി എന്താ, സ്ക്വയർസിന്റെ 4 മൂലയിലായിട്ട് ഈ 4 സ്റ്റിക്കുകളും ഒട്ടിച്ചേർക്കാം. നേരെ നിർത്തി ഒട്ടിക്കൽ നടപടിയാവില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ താഴെ കിടത്തി വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ സ്റ്റിക്കിന്റെ വലിപ്പം അനുസരിച്ച് നമുക്കൊരു 4 ബോക്സസ് ഒക്കെ ഇടയിൽ വെക്കാൻ പറ്റുമേ. ഞാൻ 3 ബോക്സസ് വെച്ചിട്ട് എക്സ്ട്രാ വന്ന ലെങ്ത് കട്ട് ചെയ്ത് കളയാണ് ചെയ്തേ. അപ്പം സംഭവം സെറ്റായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ പോരല്ലോ, കുറച്ച് ക്യൂട്ടാക്കണ്ടേ. അതിന് കുറച്ച് കവായി സ്റ്റിക്കേഴ്സ് കൂട്ടിച്ച് ക്യൂട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.